മരപ്പാവ. അവന്തിക ഇന്ന് മരബൊമ്മകളുള്ള ആ പഴയ മ്യൂസിയം ചുറ്റിക്കണ്ടുകൊണ്ടിരുന്നു. ആ മ്യൂസിയം സിറ്റിക്ക് പുറത്തായിരുന്നു. അത് ഒരു പ്രേത മ്യൂസിയമാണെന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് ചിലർ മാത്രമേ ആ മ്യൂസിയത്തിൽ പോകുള്ളൂ. അവന്തിക ഇന്ന് മ്യൂസിയത്തിൽ പോയിട്ട് വന്ന് എന്തോ നോട്ട്സ് എടുത്തുകൊണ്ടിരുന്നു. അവൾ അങ്ങനെ നോട്ട്സ് എടുക്കുമ്പോൾ ഒരുപാട് സമയവുമായിരുന്നു. ഒരുപാട് ഉറക്കം വരുന്നു. സമയവും ഒരുപാട് വൈകി. ശരി, ഒരു കാര്യം ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് പണികൾ ചെയ്യാം. അപ്പ അവളുടെ വീടിന്റെ ജനാലയിൽ എന്തോ ഒരു ശബ്ദം കേട്ടു. അവന്തിക, വാതിൽ തുറക്ക്. അവന്തിക, വാതിൽ തുറക്ക്. അവന്തിക ആ ശബ്ദം കേട്ട ഉടനെ ഒരുപാട് പേടിച്ചു പോയി. അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. പക്ഷെ ആ ശബ്ദം മാത്രം കേട്ടുകൊണ്ടിരുന്നു. അവന്തിക ആ ശബ്ദം കേട്ട് പേടിച്ചു പോയതുകൊണ്ട് അവളുടെ വായിൽ നിന്ന് വാക്കുകൾ വന്നില്ല. പക്ഷെ അവൾ പേടിച്ചുകൊണ്ടേ ഇങ്ങനെ ചോദിച്ചു, ആരാ ആരാത്? പക്ഷെ അവളുടെ ചോദ്യത്തിന് മറുപടി കിട്ടിയില്ല. അതിനു പകരം ആ ജനാലയിൽ അവിടെ ആരോ വേഗത്തിൽ തട്ടാൻ തുടങ്ങി. അവന്തികയ്ക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നേ മനസ്സിലായില്ല. അവസാനം അവൾ കുറച്ച് ധൈര്യത്തിൽ ആ ജനാല അങ്ങനെ തുറന്നു. അവൾ അങ്ങനെ ജനാല തുറന്ന ഉടനെ വേഗത്തിൽ കാറ്റ് വീശി. ആ കാറ്റിന്റെ വേഗം എത്രയായിരുന്നെങ്കിൽ അത് അവന്തികയെ തള്ളിയിട്ട് അവന്തികയുടെ തലയിൽ പരിക്കേറ്റു. എന്താ ഇത്, കാറ്റ് ഇത്ര വേഗത്തിൽ വീശുന്നേ? അവന്തികയുടെ തലയിൽ പരിക്കേറ്റപ്പോൾ ആ രക്തത്തുള്ളികൾ താഴെ വീണിരുന്നു. അത് കണ്ടതും അവന്തിക പേടിച്ചു പോയി ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ, ഈ രക്തത്തുള്ളികൾ ഇത് എവിടുന്ന് വന്നു? അങ്ങനെ പറഞ്ഞ് അവന്തിക തലയിൽ കൈവച്ച് നോക്കിയപ്പോൾ അവളുടെ വിരലിൽ രക്തത്തുള്ളികൾ ഉണ്ടായിരുന്നു. ഉടനെ അവൾ കണ്ണാടിക്കടുത്ത് പോയി. അവളങ്ങനെ നോക്കിയപ്പോൾ അവളുടെ തലയിൽ പരിക്കേറ്റതും രക്തം വന്നതും അവൾ അറിഞ്ഞു. അപ്പൊ അവിടെ എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആരോ എന്തോ നക്കുന്നത് പോലെ. അയ്യോ, ഇതെന്ത് ശബ്ദം? അങ്ങനെ അവന്തിക തിരിഞ്ഞു നോക്കിയപ്പോൾ അവളുടെ രക്തത്തുള്ളികൾ വീണിരുന്ന സ്ഥലത്ത് ഒരു മരബൊമ്മ ഇരുന്നു കൊണ്ട് ആ രക്തത്തുള്ളികൾ നക്കിക്കൊണ്ടിരുന്നു. അതിനെ കാണാൻ വളരെ ഭയങ്കരമായിരുന്നു. അത് കണ്ട അവന്തിക ശരിക്കും ഒരുപാട് പേടിച്ചു. രക്ഷിക്കൂ! അപ്പ ആ മരബൊമ്മ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവന്തിക, വാ എന്റെ കൂടെ വാ. ആരാ നീ? എനിക്ക് ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ എന്തു പറയുന്നോ അത് മാത്രം ചെയ്യ്. അവന്തിക, എന്റെ കൂടെ നീ വാ. അങ്ങനെ പറഞ്ഞ ആ പാവ അവന്തികയുടെ കൈ പിടിച്ച് അങ്ങനെ ശക്തിയായി വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. വീട് വീട് എന്റെ കൈയെ വിട്ടേക്ക്. അവന്തിക ഒരുപാട് ബഹളം വെക്കാൻ തുടങ്ങി. അവളുടെ ബഹളം അവളുടെ അച്ഛനമ്മയ്ക്ക് കേട്ട ഉടനെ തന്നെ വേഗം അവർ രണ്ടുപേരും അവളുടെ മുറിയിൽ ചെന്നു. അകത്തു നിന്ന് കുറ്റിയിട്ട് ആ റൂം അവർ തട്ടി. അവന്തിക, എന്തു പറ്റി മോളെ? എന്താ നീ വാതിൽ തുറക്കാത്തെ? തുറക്കുമോളെ. അവന്തികയുടെ അച്ഛനമ്മയുടെ ശബ്ദം കേട്ട ഉടനെ ആ മരപ്പാവ അവന്തികയെ നോക്കി അവളോട് ഇങ്ങനെ ചോദിച്ചു, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നു, ഇന്നല്ലെങ്കിൽ നാളെ. അവന്തിക പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അപ്പൊ പെട്ടെന്ന് അവൾ ബോധം കെട്ട് വീണു. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ അവളുടെ അച്ഛനമ്മയും അടുത്തു തന്നെ ഉണ്ടായിരുന്നു. മാ 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 അത് പോയില്ലേ? പോയാലും അത് വീണ്ടും വരും. അത് പറഞ്ഞു എന്നെ ഇന്ന് കൊണ്ടുപോകുമെന്ന്. പക്ഷെ ആരാ വരുന്നേ? ആരാ പറഞ്ഞു നിന്നെ കൊണ്ടുപോകുമെന്ന്? ആ പാവ, ആ പ്രേതപാവ. അവന്തിക എല്ലാ കാര്യവും അവർ രണ്ടുപേരോട് പറഞ്ഞു. അവന്തിക, നീ എന്താ പറയുന്നേ? നിന്റെ തലയിൽ പരിക്കൊന്നുമില്ല. ഈ ജനാല നോക്ക്, തുറന്നുമില്ല. നോക്ക്, അത് ലോക്കാണ്. ഇത് കണ്ട അവന്തിക ശരിക്കും ഷോക്കായി. എന്തെന്നാൽ കുറച്ചു നേരത്തിന് മുൻപാണ് അവളുടെ തലയിൽ പരിക്കേറ്റത്. അതിൽ നിന്ന് രക്തവും വന്നുകൊണ്ടിരുന്നു. പിന്നെ അവൾക്ക് ഓർമ്മയുണ്ട് അവളാണ് ആ ജനാല തുറന്നതെന്ന്. പക്ഷെ ഇപ്പൊ അത് എങ്ങനെ അടച്ചു? പക്ഷെ അമ്മേ, ഞാനാ കുറച്ചു നേരത്തിന് മുൻപ് ജനാല തുറന്നത്. എന്നെ വിശ്വസിക്കാം അമ്മേ. സത്യമായും എന്റെ തലയിൽ പരിക്കേറ്റ് കുറച്ചു മുൻപ് രക്തം വന്നു. അവൾ പറഞ്ഞതൊക്കെ കേട്ടുടനെ അച്ഛനമ്മ രണ്ടുപേർക്കും അവളെന്തോ ദുസ്വപ്നം കണ്ടതാണെന്ന് തോന്നി. അവളോട് വിശ്രമിക്കാൻ പറഞ്ഞു. പക്ഷെ അന്നു മുതൽ ദിവസവും ഇതുപോലെ സംഭവിച്ചുകൊണ്ടേയിരുന്നു. ആ പാവ ദിവസവും രാത്രി വന്ന് നിന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അവന്തികയുടെ ഈ അവസ്ഥ കണ്ട് അവളുടെ അമ്മ അവളോടൊപ്പം തന്നെ കിടക്കാൻ തുടങ്ങി. പക്ഷെ ഒരു രാത്രി അവൾ ആഴമായ ഉറക്കത്തിലാകുമ്പോൾ അവന്തികയ്ക്ക് തോന്നി അവൾ കിടക്കുന്നതിന്റെ അടിയിൽ ആരും ഉണ്ടെന്ന്. അവരവളെ വിളിക്കുന്നുണ്ടെന്ന്. അവന്തിക, അവന്തിക. ആ ശബ്ദം കേട്ടതും അവന്തികയുടെ ഉറക്കം പോയി. പേടിച്ചുപോയി അവൾ കിടക്കയുടെ അടിയിൽ നോക്കിയുടനെ ആ പാവ
അവൾ അവിടെയും കണ്ടു. നീ നീ അപ്പോൾ ആ പാവ അവന്തികയെ കിടക്കിൽ നിന്ന് വേഗത്തിൽ താഴേക്ക് വലിച്ചു. അവൾ ആ കിടക്കിൽ നിന്ന് വേഗത്തിൽ താഴെ വീണു. അപ്പ അവളുടെ തലയിൽ പരിക്കേറ്റ് അവളുടെ തലയിൽ നിന്ന് രക്തം വന്നു. അമ്മേ, അമ്മേ എന്നെ രക്ഷിക്കമ്മേ, ഇതെന്നെ കൊണ്ടുപോകുന്നു. അവന്തികയുടെ ശബ്ദം കേട്ട് അവരുടെ അമ്മ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. അവർ നോക്കുമ്പോൾ അവൾ കിടക്കിൽ നിന്ന് താഴെ വീണ് ശരീരമാകെ വിറച്ചുകൊണ്ടിരുന്നു. അമ്മേ രക്ഷിക്കെന്നെ. അവളുടെ അമ്മ കിടക്കിൽ നിന്ന് താഴെ വന്ന് ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റി നിനക്ക്? നീ എന്താ വിറച്ചുകൊണ്ടിരിക്കുന്നേ? അതെ, നീ എങ്ങനെ താഴെ വന്നേ? അപ്പൊ അവന്തിക സംഭവിച്ചതെല്ലാം അമ്മയോട് പറഞ്ഞു. ഇപ്പൊ അവളുടെ അച്ഛനമ്മയ്ക്കും തോന്നാൻ തുടങ്ങി അവിടെ എന്തോ കാര്യമുണ്ടെന്ന്. അത് കഴിഞ്ഞ് രണ്ടുപേരും ആലോചിച്ചു നോക്കിയപ്പോൾ അവന്തിക ഇപ്പോൾ ആ മരപ്പാവയുടെ മ്യൂസിയത്തിലേക്ക് പോയിട്ട് വന്നോ? അന്നു മുതലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് അവർ ചിന്തിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ അവന്തിക വേഗവേഗം അവളുടെ അച്ഛനമ്മയുടെ അടുത്ത് വന്നു. അമ്മയമ്മേ, ഇവിടെ നോക്കൂ, ഈ ന്യൂസ് പേപ്പറിൽ ഒരു പയ്യന്റെ ഫോട്ടോ ഉണ്ട്. ആരാ ഈ പയ്യൻ? അതെനിക്കറിയില്ല അമ്മേ, പക്ഷേ രാത്രി എന്റെ മുറിയിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തല്ലേ ആ പയ്യന്റെ മുഖം പോലുണ്ട്. എന്താ മോളി പറയുന്നേ? അതെ അമ്മ, അത് സത്യമാണ്. ഈ പയ്യന്റെ മുഖമൊന്ന് നോക്കൂ, ഇതാ പാവയെ പോലുണ്ട്. അവന്തിക പറഞ്ഞത് കേട്ടതും അവളുടെ അച്ഛനമ്മ രണ്ടുപേരും ഷോക്കായി. പിന്നെ ആ ന്യൂസ് പേപ്പറിലുള്ള അഡ്രസ് എവിടെയാണെന്ന് നോക്കി അവർ 3 പേരും പുറപ്പെട്ട് ആ അഡ്രസ്സിലേക്ക് പോയി. അവന്തിക അവിടെ വന്ന് എപ്പാ വീടിനുള്ളിൽ കാലെടുത്ത് വെച്ചോ അപ്പൊ മുമ്പിൽ ആ പയ്യന്റെ വലിയ ഫോട്ടോ കണ്ടു. അപ്പോൾ അവൾ, അമ്മേ, ഇത് അവനാ, ഇത് അവൻ തന്നെ, 100% അവനാ. അവരങ്ങനെ സംസാരിക്കുമ്പോൾ ആ പയ്യന്റെ അച്ഛനമ്മ രണ്ടുപേരും അവിടെ വന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എന്റെ മകനെ കുറിച്ച് എന്തിനു ചോദിക്കുന്നു? അവന്തികയുടെ അച്ഛനമ്മ ആ പയ്യന്റെ അച്ഛനമ്മയോട് അവന്തികയ്ക്ക് നടക്കുന്ന എല്ലാ കാര്യവും പറഞ്ഞു. അതുമാത്രമല്ലാതെ ഇതും കൂടി പറഞ്ഞു, ആ മരപ്പാവ ദിവസവും അവന്തികയെ ശല്യപ്പെടുത്തുന്നു എന്ന്. ആ പാവയുടെ മുഖം നിങ്ങളുടെ മകന്റെ മുഖം പോലുണ്ടെന്ന്. ഇത് കേട്ട് ആ പയ്യന്റെ അച്ഛനമ്മയ്ക്ക് ഒന്നും ശരിക്കും മനസ്സിലായില്ല. നിങ്ങൾ എന്തായി പറയുന്നത്? എന്റെ മകൻ മരപ്പാവയോ? ഇതെങ്ങനെ സംഭവിക്കാനാണ്? ആ മ്യൂസിയത്തിലേക്ക് പോയേ പറ്റൂ. അപ്പോഴേ സത്യം വെളിച്ചത്തിൽ വരൂ. രാത്രി ഒരുപാട് സമയമായി അവർക്ക് മ്യൂസിയം അടച്ചെന്ന് തോന്നി. എന്നാലും അവിടേക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചു. അവരെല്ലാവരും മ്യൂസിയത്തിലേക്ക് ചെന്ന ഉടനെ മ്യൂസിയത്തിന്റെ ഗേറ്റ് ഇട്ട് പൂട്ടും ഇട്ടിരുന്നു. അവരവിടെ നിന്ന് പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ ആ മ്യൂസിയത്തിനകത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. മ്യൂസിയം അടച്ചിട്ടിരിക്കുകയാണ്, എന്നാൽ അകത്ത് എന്താണ് സംഭവിക്കുന്നത്? അവരെല്ലാവരും മതിൽ ചാടി മ്യൂസിയത്തിന്റെ അകത്ത് ചെന്നു. അപ്പോ അകത്തുള്ള ആ കാഴ്ച കണ്ട് എല്ലാവരും ഒരുപാട് ഷോക്കായി. അവിടെ അവന്തികയുടെ ശരീരം മരിച്ച നിലയിൽ വീണുകിടന്നു. അവളുടെ അടുത്ത് മ്യൂസിയത്തിന്റെ സെക്യൂരിറ്റി നിന്നുകൊണ്ടിരുന്നു. അവന്റെ കയ്യിൽ ഒരു മരപ്പാവയുണ്ടായിരുന്നു. അതിന്റെ മുഖം അവന്തികയുടെ മുഖം പോലുണ്ടായിരുന്നു. അവന്തികയുടെ മൃതശരീരം. പിന്നെ അവന്റെ കയ്യിൽ അവന്തികയുടെ പാവ കണ്ട് അവരെല്ലാം പേടിച്ച് തിരിഞ്ഞ് അവന്തികയെ നോക്കി. പക്ഷെ അവന്തിക അവിടെയില്ല. ഇതൊക്കെ എന്താണ്? കെണി, ഞാൻ ഒരുക്കിയ കെണി. മ്യൂസിയത്തിന്റെ സെക്യൂരിറ്റി ശരിക്കും ഒരു മന്ത്രവാദിയായിരുന്നു. ആ മ്യൂസിയത്തിൽ വരുന്ന ചില ആൾക്കാരുടെ ആത്മാവ് അവൻ അടച്ചു വെക്കും. അത് കഴിഞ്ഞ് അവരുടെ ജീവൻ ആ പാവയ്ക്ക് കൊടുക്കും. അത് കഴിഞ്ഞ് ആ ആത്മാവിന് മൂലം വേറൊരു ജീവനെ അവിടെ കൊണ്ടുവരും. അവരെ വീണ്ടും ആ മരപ്പാവയാക്കി മാറ്റും. എന്റെ മകൻ ജീവനോടെ ഇല്ലേ? നീ എന്റെ മകനെ കൊന്നുകളഞ്ഞു. അതെ, അവൻ എപ്പോൾ ഇവിടേക്ക് വന്നോ അപ്പോഴേ അവനെ മരപ്പാവയാക്കി മാറ്റി. ഇപ്പോൾ നിങ്ങളുടെ ഊഴമാണ്. ഇപ്പോൾ നിങ്ങൾ ഈ മ്യൂസിയത്തിന്റെ പുതിയ പാവകളായി മാറൂ. അങ്ങനെ പറഞ്ഞ സെക്യൂരിറ്റി അവരെല്ലാവരുടെ ആത്മാവിനെയും അവന്റെ വശമാക്കി. അത് കഴിഞ്ഞ് അവർ 4 പേരെയും അവൻ മരപ്പാവകളാക്കി മാറ്റി.